നമ്മൾ കാനഡയിൽ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും എല്ലാം വളരെ നല്ലതാണ്. തണുപ്പാണോയെന്ന് ചോദിച്ചാൽ തണുപ്പുമുണ്ട്, ചൂടുണ്ടോയെന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് ചൂടും നമുക്ക് അനുഭവപ്പെടും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഗ്രീനറിയാണ്. എല്ലാ വീടുകളും എല്ലാം നല്ല ക്ലീൻ ആയിട്ടാണ് എല്ലാവരും സൂക്ഷിക്കുന്നത്. നമ്മുടെ നാടുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മളൊക്കെ ആണെങ്കിൽ നാട്ടിലോട്ട് ചുമ്മാ വലിച്ചെറിയുകയാണ് ചെയ്യുന്നത്, റോഡിലോട്ടൊക്കെ വലിച്ചെറിയുകയാണ്. ഇവിടെ അങ്ങനെ ചെയ്യുന്നത് തന്നെ വളരെ കേസാണെന്നാണ് ഞാൻ പിന്നെ ചേച്ചിയൊക്കെ പറഞ്ഞത്. വെച്ചാൽ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. അതായത് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അതിന് അവർ കൊണ്ട് കേസ് കൊടുത്ത് നമുക്കെതിരെ അവർ പോലീസിൽ നിന്ന് വരുവാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ പോകുന്നത് വിൻസ്റ്ററിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മളിപ്പം പോകുന്ന ഒരു ഷോപ്പിങ്ങിനാണ്. ഇവിടെ ലെവീസിലൊക്കെ ഒരു ഓഫേഴ്സ് ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കുറേ ട്രാവൽ ചെയ്ത് ഇവിടുത്തെയൊക്കെ വീടുകളൊക്കെ ആണല്ലോ എല്ലാം വുഡിൻ്റെ ടൈപ്പാണല്ലോ, നമുക്കറിയാമല്ലോ. അങ്ങനെ ഞങ്ങൾ ലെവീസിലെത്തി. അപ്പം പർച്ചേസിങ് എപ്പോഴും എനിക്ക് വളരെയധികം സന്തോഷം തരുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങളിങ്ങനെ മാറ്റി മാറ്റി ഇട്ട് നോക്കി. എനിക്ക് ഒത്തിരി ട്രയൽ റൂമിൽ പോയി ഞാൻ ട്രയൽ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട കുറേ ഡ്രസ്സൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ഓഫറും ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ കിട്ടാത്ത കുറേ ഡ്രസ്സുകൾ ഇവിടെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറേ ഡ്രസ്സുകൾ വാങ്ങിച്ചിട്ടുണ്ട്. കാരണം എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ് വരുന്നത്. അപ്പോൾ ഞാൻ കുറേ പർച്ചേസിങ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയത് കമ്മലും മാലയൊക്കെ എടുക്കുന്ന ഒരു ഷോപ്പിലേക്കായിരുന്നു. ഇവിടെ കുറേ ഓഫറുകളുണ്ടായിരുന്നു, കുറേ ഓഫേഴ്സ് ഉണ്ടായിരുന്നു. സ്റ്റോൺസും ഒക്കെ വെച്ച ടൈപ്പായിരുന്നു നമ്മൾ നോക്കിയത്. ഞാൻ കുറച്ച് പർച്ചേസിങ് ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഞാൻ ചെയ്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഡ്രസ്സ് എല്ലാം കുറേ എടുത്തു. എനിക്ക് ഈ ഒരു നെക്ക് പീസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയായിരുന്നു കാണാൻ. അങ്ങനെ ഞാൻ കുറച്ച് നേരം ബാഗ് നോക്കി. ഇവിടെ ബാഗിന് വലിയ ഓഫർ ഇല്ലായിരുന്നു, എന്നാലും ഞാനൊരു ബാഗ് ഇവിടുന്ന് വാങ്ങിച്ചു. പിന്നീട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഗസിൻ്റെ ഒരു ബാഗ് എടുത്തിട്ടുണ്ട്, ഞാൻ അതും കൂടി കാണിക്കാം. പിന്നെ നെയിൽ പോളിഷ് ഞാൻ ഓൾറെഡി നാട്ടിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് വാങ്ങിക്കാൻ വലിയ താല്പര്യമില്ല. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി. പെർഫ്യൂംസ് ആണെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച ബ്രാൻഡൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പോയത് ഗസിലേക്കായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 7,000 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 7,000 ഒക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹാൻഡ് ബാഗ്സിന്. അപ്പോൾ ഇവിടുന്ന് കുറേ രീതിയിൽ പർച്ചേസ് ചെയ്തു, ചെറിയ രീതിയിൽ. പിന്നെ ഈ കാണുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ആമസോണിൽ നിന്ന് ഐറ്റംസ് മേടിക്കും, എന്നിട്ട് നമ്മളത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഇതുണ്ടല്ലോ. അതുപോലെ തന്നെ കാനഡയിൽ റിട്ടേൺ ചെയ്യുന്ന ഐറ്റംസ് അവരത് റീസെല്ലോ ഒന്നും കൂടി അത് സെല്ല് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ വാങ്ങുന്ന റേറ്റ് ഇപ്പം 10,000 രൂപയാണെങ്കിൽ നമ്മൾ പിന്നീട് അത് റീസെല്ല് ചെയ്യുമ്പോഴത്തേക്ക് അത്ര റേറ്റ് വരത്തില്ല. ചിലപ്പോൾ ഒരു 2,000 3,000 ഒക്കെ അത്ര രീതിയിൽ കുറഞ്ഞ രീതിയിലാണ് വരുന്നത്. എല്ലാ ഐറ്റംസും ഉണ്ട്, ഗ്രോസറി ഐറ്റംസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഗ്ലാസും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. അവിടെ ജസ്റ്റ് ഞാനൊന്ന് കയറി എല്ലാം ഒന്ന് നോക്കി, കീ ചെയിൻ നോക്കി. പിന്നെ നമുക്ക് കാറിൻ്റെ കുറച്ച് ആക്സസറീസ് വേണമായിരുന്നു, അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയാണ് നമ്മൾ നോക്കിയത്. പിന്നെ ഇതെന്ന് പറയുന്നതും ഇതുപോലെ തന്നെ ബാംഗിൾസും റിങ്സും ഒക്കെ വരുന്ന ഒരു ഷോപ്പായിരുന്നു. ഇതൊരു നെയിൽ ആർട്ടായിരുന്നു, പക്ഷെ ഞാൻ കയറിയില്ല. ജസ്റ്റ് കയറി ഒരു ഫോട്ടോ എടുത്തു, ഞാൻ ഇങ്ങനെ പുറത്തിറങ്ങുമായിരുന്നു ചെയ്തത്. ഇത് പുറത്ത് നമ്മളൊരു മാർക്കറ്റ് പ്ലേസിൽ ഇത് നമ്മൾ ക്ലിയറൻസ് സെയിലാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ 10 രൂപയ്ക്ക്, അതായത് ഡോളറാണ് വരുന്നത്. അപ്പോൾ ഏകദേശം ഒരു 880-900 റേഞ്ചിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു 3,000 4,000 റേഞ്ചിലാണ് ബാഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്നും കുറച്ചെടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഗസിന്ന് ഒരു ബാഗ് സെലക്ട് ചെയ്തു. ഇതിന് ഏകദേശം ഒരു നാട്ടിൽ വരുമ്പോൾ 10,000 ആണ് ആ റേഞ്ച് വരുന്നത്. ഇവിടുന്ന് ഞാൻ പർച്ചേസ് ഡ്രസ്സ് നോക്കുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓൾറെഡി ലെവീസിൽ നിന്ന് കുറേ ഡ്രസ്സ് വാങ്ങി. പിന്നീട് ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ബാഗിൽ തന്നെ ഇങ്ങനെ സ്ലിം ബാഗും ഒക്കെ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയത് സാൻഡൽസ് നോക്കാനാണ്. സാൻഡൽസ് ഞാൻ വാങ്ങിച്ചില്ല, ജസ്റ്റ് ഞാൻ നോക്കി. കാരണം ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വാങ്ങിക്കും, പിന്നെ ക്യാഷ് ആണല്ലോ പോകുന്നത്. പിന്നെ ഞാൻ കമ്മലും കാര്യങ്ങളൊക്കെ നോക്കി. ഗസ് പിന്നെ എനിക്ക് ഈ ഒരു സ്ലിംഗ് ബാഗിലോട്ട് നോട്ടം വന്നു. അങ്ങനെ ഞാൻ അടുത്തത് കാണിക്കുന്നത് ഞാൻ വാങ്ങിയ ബാഗാണ്. എങ്ങനെയുണ്ടെന്ന് പറയണേ. ഏകദേശം ഒരു 10,000 റുപ്പീസാണ് നമ്മുടെ നാട്ടിൽ വരുന്നത്. ഈ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക്